Hi friends, faith sees the invisible, believes the unbelievable and receives the impossible എന്നാണ് കോറി ടെൻ ബൂം പറയുന്നത്. നമുക്കെല്ലാവർക്കും വിശ്വാസശക്തിയുണ്ട്. അത് ഉണർത്തപ്പെടേണ്ടതുണ്ട്. അതിലൂടെ നമുക്ക് നമ്മളിൽ തന്നെ പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാകും. ഈ ശക്തിയെ എങ്ങനെ ഉണർത്താമെന്നാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ പോകുന്നത്. ആത്മീയ ഗുരു സർ ശ്രീ രചിച്ച എവേക്കൻ ദ പവർ ഓഫ് ഫെയ്ത്ത് എന്ന പുസ്തകത്തെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ഇന്നറിയാം. വിശ്വാസ്നീയം എന്ന പേരിൽ ഹിന്ദിയിലും ഈ പുസ്തകം ലഭ്യമാണ്. നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു. ജീവിതകാലം മുഴുവൻ അവൻ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു. ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഒരിക്കൽ അയാൾക്ക് തോന്നി, ഒരുപക്ഷെ ഇപ്പോൾ ലോകത്തിന്റെ എല്ലായിടത്തും ഞാൻ അലഞ്ഞു നടന്നിട്ടുണ്ടാകും, ഇനി മരുഭൂമിയിലൂടെ ഒന്ന് നടക്കണം. അങ്ങനെ അവൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഒരു മരുഭൂമിയിലെത്തി. 2-3 ദിവസം അയാൾ മരുഭൂമിയിൽ അലഞ്ഞു. ഭക്ഷണവും വെള്ളവും തീർന്നു. ഒടുവിൽ ആ മരുഭൂമിയിൽ നിന്ന് പുറത്തു കടക്കാൻ അയാൾ ആഗ്രഹിച്ചു. എന്നാൽ അവൻ മരുഭൂമിയിൽ വളരെ മുന്നിലെത്തിയിരുന്നതുകൊണ്ട് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. മരുഭൂമിയെക്കുറിച്ചും ഭക്ഷണവും വെള്ളവും കിട്ടാതെ ആ മരുഭൂമിയിൽ എത്ര പേർ മരിച്ചുവെന്നും അദ്ദേഹം കേട്ടിരുന്നു. ഇപ്പോൾ അയാളുടെ പക്കലുള്ള ഭക്ഷണവും വെള്ളവും തീർന്നു. ഒരുപക്ഷെ താനും ഇതുപോലെ ഇല്ലാതാകുമെന്ന് അയാൾക്ക് തോന്നി. അങ്ങനെ അവന്റെ പരിഭ്രാന്തി വർദ്ധിച്ചു. അവൻ ചുറ്റും നോക്കിയപ്പോൾ അവിടെയെങ്ങും ഒരു വീടോ മൃഗമോ ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യനും ദൂരെയായൊന്നും ഉണ്ടായിരുന്നില്ല. ചുറ്റും മണൽ മാത്രം. അകലെ അവനൊരു ഹാൻഡ് പമ്പ് കണ്ടു. ശരീരത്തിൽ അവശേഷിച്ച ഊർജവുമായി ആ പമ്പിനടുത്തേക്ക് അവൻ ഓടി. ആ ഹാൻഡ് പമ്പ് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. കുറെ നേരം പ്രവർത്തിപ്പിച്ചിട്ടും വെള്ളമൊന്നും പുറത്തേക്ക് വന്നില്ല. അവൻ നിസ്സഹായനായി അവിടെ ഇരുന്നു. അപ്പോഴവന്റെ കണ്ണുകൾ അടുത്ത് കിടന്നിരുന്ന ഒരു കുപ്പിയിലേക്ക് ശ്രദ്ധിച്ചു. അതിൽ പകുതി മാത്രം വെള്ളം നിറച്ചിരുന്നു. പുട്ട് ദിസ് വാട്ടർ ഇൻ ദാറ്റ് ഹാൻഡ് പമ്പ്, ഡ്രിങ്ക് ആസ് മച്ച് വാട്ടർ ആസ് യു വാണ്ട് എന്നതിൽ എഴുതിയിരുന്നു. ഈ വെള്ളം ആ ഹാൻഡ് പമ്പിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര വെള്ളം കുടിക്കുക എന്നതായിരുന്നു അതിന്റെ അർത്ഥം. എന്നാൽ അയാൾക്ക് ഈ സാഹചര്യം വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഒന്നുകിൽ ആ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് പമ്പിൽ ഒഴിക്കാം. ഹാൻഡ് പമ്പിലേക്ക് വെള്ളം ഒഴിച്ചിട്ടും ഹാൻഡ് പമ്പ് പ്രവർത്തിച്ചില്ലെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് അരക്കുപ്പി വെള്ളം നഷ്ടമാകും. അവൻ ദാഹം കൊണ്ട് മരിക്കാനിടയുണ്ട്. ഹാൻഡ് പമ്പിൽ നിന്ന് വെള്ളം കിട്ടിയാൽ ഒരാൾക്ക് കഴിയുന്നത്ര വെള്ളം കുടിക്കാം. അയാളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നു തുടങ്ങി. വെള്ളം അതിലൊഴിച്ചില്ലെങ്കിൽ തന്റെ പിന്നാലെ വരുന്നവർക്കും ഈ വെല്ലുവിളി നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ഇന്ന് ഞാനിത് റിസ്ക് എടുത്ത് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തെ ആളുകൾ എങ്ങനെ വിശ്വസിക്കും? അങ്ങനെ ഓർത്തുകൊണ്ട് ഹാൻഡ് പമ്പിൽ അരക്കുപ്പി വെള്ളമൊഴിച്ച് ആ കുപ്പിയിൽ എഴുതിയതിനെ ആശ്രയിച്ച് അയാൾ ഹാൻഡ് പമ്പ് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. അവന്റെ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായി. വെള്ളം വന്നു. ആദ്യം മനസ്സ് നിറയെ വെള്ളം കുടിച്ച ശേഷം കുപ്പിയിലും ജഗ്ഗിലും വെള്ളം നിറച്ചു. അവസാനമായി കുപ്പിയിൽ പകുതി വെള്ളം നിറച്ച ശേഷം നിങ്ങൾക്ക് ഈ കുപ്പിയെ വിശ്വസിക്കാം എന്നെഴുതി. ഒരു കുപ്പി പോലെ മനുഷ്യരായ നമ്മുടെ ഉള്ളിലും വിശ്വാസം ഇതിനോടകമുണ്ട്. അത് ഉണർത്തേണ്ടതുണ്ട്. ഒരു പ്രത്യേക വ്യക്തിയിലോ ഒരു കൂട്ടം ആളുകളിലോ മാത്രം കാണപ്പെടുന്ന ഒന്നല്ല വിശ്വാസം. അതെല്ലാ മനുഷ്യരിലുമുണ്ട്. എവിടെയെങ്കിലും നിങ്ങളോട് പറഞ്ഞതോ കേട്ടതോ സ്വീകരിച്ചതോ ആയ കാര്യങ്ങളാണ് വിശ്വാസം. കാലക്രമേണ നാം കൂടുതൽ അറിവ് നേടുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങളും മാറും. ഉദാഹരണത്തിന്, ഭൂമിക്ക് സമീപം ഒരേയൊരു ഗ്രഹമേ ഉള്ളൂവെന്ന് നേരത്തെ നമുക്ക് വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ അറിവ് നേടുകയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഭൂമിക്ക് ചുറ്റും നിരവധി ഗ്രഹങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇല്യൂഷറി റിയാലിറ്റിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ചിന്ത കൊണ്ട് നിങ്ങൾ സൃഷ്ടിച്ച യാഥാർത്ഥ്യത്തെയാണ് അത് അർത്ഥമാക്കുന്നത്. ഇല്യൂഷറി റിയാലിറ്റിയിൽ നാം കാണാൻ ആഗ്രഹിക്കുന്നതിന്റെ യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനാൽ അത് പലപ്പോഴും സമ്പൂർണ്ണ സത്യത്തിൽ നിന്ന് നമ്മളെ അകറ്റും. നിങ്ങളുടെ മനസ്സ് കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വലുതായി മാറുകയും മറ്റു കാര്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ വില കുറഞ്ഞതായി തോന്നുകയും ചെയ്യുന്ന ഒരു ലെൻസ് പോലെ മിഥ്യാധാരണ യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ പ്രിയപ്പെട്ട ജീവിതം കാണാനും യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയാതിരിക്കാനുമാകും. യാഥാർത്ഥ്യം നിങ്ങളെ ബാധിക്കുമ്പോൾ നിങ്ങൾക്കത് സ്വയം കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഇക്കാരണത്താൽ മിക്ക ആളുകളും അസന്തുഷ്ടരും വിജയിക്കാത്തവരുമായി മാറും. കാരണം അവർ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടിപ്പോകുന്നു. നിങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടിപ്പോകരുത്. സത്യം എന്താണെന്ന് അറിയണം. ചിലപ്പോൾ ഈ ഇല്യൂഷറി റിയാലിറ്റിയും ശരിയാണെന്ന് തെളിയുന്നുണ്ട്. അതുപോലെ പണം ഒരു അത്യാവശ്യ ഘടകമാണെന്ന് നമുക്കറിയാം. നല്ല ആരോഗ്യത്തിനും ബന്ധത്തിനും പണം ആവശ്യമാണ്. ഇത് നമ്മൾ ആദ്യം വിശ്വസിക്കുന്ന ഒരു സത്യമാണ്.
അതായത് നമുക്ക് വിശ്വാസമുണ്ടാകും. തുടർന്ന് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ജീവിതാനുഭവങ്ങൾക്കൊപ്പം ഈ ഫെയ്ത്ത് കാലക്രമേണ ശക്തമാകുകയും ഒരു ബിലീഫായി മാറുകയും ചെയ്യും. ആ സമയത്തത് നേരായ സത്യമായി അംഗീകരിക്കപ്പെടും. നിങ്ങൾ ഈ ഫെയ്ത്തിൽ വിശ്വസിക്കുകയും ഒരു ഇല്യൂഷറി റിയാലിറ്റി സൃഷ്ടിക്കുകയും ചെയ്താൽ അവിടെ നിങ്ങൾ ഒരു ധനികനായി സ്വയം സങ്കല്പിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ സമ്പന്നനാകും. കാരണം ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ബിലീഫും ഇല്യൂഷറി റിയാലിറ്റിയും ശരിയാണ്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കും. എന്നാൽ തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ വിശ്വാസങ്ങളായി സ്വീകരിച്ചാൽ ജീവിതത്തിൽ മോശമായ കാര്യങ്ങൾ ചെയ്തത് മാത്രമേ നിങ്ങൾക്ക് പണം സമ്പാദിക്കാനായിട്ട് സാധിക്കൂ. അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആർക്കും നേട്ടമുണ്ടാകില്ല. ഇത് തെറ്റായ വിശ്വാസമാണ്. അത് കൃത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അതിനു മുകളിൽ നിങ്ങളുടെ ഇല്യൂഷറി റിയാലിറ്റി സൃഷ്ടിക്കുകയും ചെയ്താൽ നിങ്ങൾ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ കാണും. ദുഷ്പ്രവൃത്തികളിൽ നിന്ന് സന്തോഷവും സമ്പത്തും നേടാനുള്ള വഴികൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. മോശം പ്രവൃത്തികൾ കൂടുതൽ ദൃശ്യമാകും. നല്ല പ്രവൃത്തികൾ മറയ്ക്കപ്പെടും. വിശ്വാസം നമ്മുടെ ഉപബോധ മനസ്സിലൊരു ചിത്രം സൃഷ്ടിക്കും. അത് ഞാനാണെന്ന് നമുക്കറിയാം. ഞാൻ മുന്നോട്ട് പോകേണ്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ വിജയിക്കുന്ന വ്യക്തിയാണ്. ശരിയായ കാര്യം കണ്ടുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കും. എന്നാൽ തെറ്റായ കാര്യങ്ങൾ കാണുന്നതിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം. അതിനാൽ ശരിയും തെറ്റും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ വിശ്വാസങ്ങളിൽ വലിയ ശക്തിയുണ്ടെന്ന് ലേഖകൻ പറയുന്നു. വിജയിച്ചതിനെയും പരാജയപ്പെടുന്നവനെയും വേർതിരിക്കുന്നത് എന്താണെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ വിശ്വാസങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. വിജയിച്ച ഒരാൾ താൻ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് അവൻ വിജയിക്കുന്നത്. വിജയിക്കാത്ത ഒരാൾക്ക് താൻ വിജയിച്ചേക്കില്ലെന്ന് സംശയമുണ്ടാകും, അതുകൊണ്ടാണ് അവൻ ഇന്ന് വിജയിക്കാത്തത്. വ്യക്തിപരമായ വിശ്വാസങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു നുറുങ്ങ് രചയിതാവ് നൽകുന്നുണ്ട്. നിങ്ങൾ അത്തരം ആളുകളെ കാണുകയോ വായിച്ചറിയുകയോ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാകാൻ ആഗ്രഹിക്കുന്നവരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും നിങ്ങളുടെ മാനസികാവസ്ഥ അതേപടിയാക്കാനും കഴിയും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പലരുടെയും ഉപദേശം സ്വീകരിക്കേണ്ടി വരില്ല. അത്തരം ആളുകളെ മാത്രം പിന്തുടരുകയും പഠിച്ച രീതികൾ പ്രയോഗിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തും. ഓർക്കുക, ആ റിസൾട്ട് ഉള്ളവരെ മാത്രം പിന്തുടരുക. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നേടുന്നതിന് വേണ്ടി നീങ്ങുക. വിജയിച്ചവരെ പോലെ നിങ്ങളുടെ വിശ്വാസം ശക്തമായി കഴിഞ്ഞാൽ നിങ്ങളെ വിജയിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാനാകില്ല. കുട്ടിക്കാലം മുതൽ നമ്മുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളും നമുക്ക് ചുറ്റുമുള്ള ആളുകളും മാധ്യമങ്ങളും ചില ഉപയോഗശൂന്യമായ വിശ്വാസങ്ങൾ നമ്മളിൽ കുത്തിവെച്ചിട്ടുണ്ട്. ആ വിശ്വാസങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നതിലൂടെ നമ്മൾ സമാനമായ പ്രവർത്തനങ്ങൾ നടത്തുകയും അതേ റിസൾട്ട് നേടുകയും ചെയ്യും. മിക്ക ആളുകളും ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം ആശയങ്ങളെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കാറില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തിനാണ് പറഞ്ഞതെന്ന് സ്വയം ഒരിക്കലും ചോദ്യം ചെയ്യാറുണ്ടാകില്ല. ഇന്നത്തെ കാലത്തത് നമുക്ക് ഉപകാരപ്രദമാണോ? സാധാരണ പോലെ ഇടത്തരം കുടുംബങ്ങളിൽ കുട്ടികളോട് കുട്ടിക്കാലം മുതൽ പറഞ്ഞു വരുന്നത് അവർ മധ്യവർഗക്കാരാണെന്നും എത്ര കഠിനാധ്വാനം ചെയ്താലും അവർക്ക് ഒരിക്കലും സമ്പന്നരാകാൻ കഴിയില്ല എന്നുമാണ്. ഈ സാഹചര്യത്തിൽ 90% ആളുകളും തങ്ങളുടെ കഴിവ് ഉപയോഗിക്കാതെ ഇത് സത്യമായി കരുതിയിരിക്കുകയാണ്. അതേസമയം 10% ആളുകൾ അവരുടെ മനസ്സിൽ നിന്ന് ഈ വിശ്വാസം നീക്കം ചെയ്യുകയും സമ്പന്നരാകാനുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അങ്ങനെ സ്വയം സമ്പന്നരും വിജയകരവുമായി മാറുകയും ചെയ്യും. വിജയകരവും സന്തുഷ്ടമായ ജീവിതം നയിക്കുന്നതിന് നിങ്ങളുടെ വിശ്വാസങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും അവ നിങ്ങൾക്ക് അനുയോജ്യമാണോ, നിങ്ങളുടെ സന്തോഷത്തിനും വളർച്ചയ്ക്കും സഹായകരമാണോ അല്ലയോ എന്ന് നോക്കുകയും വേണം. നിങ്ങളുടെ മനസ്സിലെ എല്ലാ പരിമിതമായ വിശ്വാസങ്ങളും നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവയെ പിന്തുണയ്ക്കുന്ന ചിന്തകൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കുന്നത് കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ വിശ്രമിക്കാനും മുന്നോട്ട് പോകുന്നതിന് പുതിയ തന്ത്രങ്ങൾ സൃഷ്ടിക്കാനും നിങ്ങളെ അനുവദിക്കും. അടുത്ത തവണ നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ഉടൻ തന്നെ അത് നീക്കം ചെയ്യുക. നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകളൊന്നും ആവശ്യമില്ലെന്ന് സ്വയം ഉറപ്പു നൽകുക. നല്ല വിശ്വാസങ്ങളുമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകുക. നമ്മുടെ ബിലീഫിനെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ശക്തിയാണ് ഫെയ്ത്ത്. ഒരു കാര്യവും സംശയമില്ലാതെ സ്വീകരിക്കുമ്പോൾ അതൊരു വിശ്വാസമായി മാറും. യേശു പറയുന്നത് പോലെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മല തകർത്ത് കടലിൽ എറിയുക, ഒരു സംശയവുമില്ലാതെ നിങ്ങളത് ചെയ്യും. തങ്ങളുടെ വിശ്വാസത്തിന്റെ യഥാർത്ഥ ശക്തി മനസ്സിലാക്കാൻ പലർക്കും സഹായം ആവശ്യമാണ്. നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എല്ലാം നേടാൻ എളുപ്പമാണ്.
ഉറച്ച വിശ്വാസത്തോടെ പകുതിയിലധികം സംശയങ്ങളും താനേ ഇല്ലാതാകും. നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ കഴിവും ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് കുറച്ച് പണമുണ്ടെങ്കിൽ അത് 2 സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാം. 2 മേഖലകളിലും പകുതി പണം ഫണ്ട് ചെയ്യുക. ഒരിടത്ത് കൂടുതൽ നിക്ഷേപിക്കുക, മറ്റൊരിടത്ത് കുറച്ച് നിക്ഷേപിക്കുക, അല്ലെങ്കിൽ പണം ഒരിടത്ത് മാത്രം നിക്ഷേപിക്കുക എന്നതാണ് ആദ്യ ഓപ്ഷൻ. അതുപോലെ നമ്മുടെ വിശ്വാസവും ഒരു സ്വത്ത് പോലെയാണ്. പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ നിക്ഷേപിക്കണോ അതോ നെഗറ്റീവ് എനർജിയിൽ നിക്ഷേപിക്കണോ എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. പോസിറ്റീവ് എനർജിയിൽ നിക്ഷേപിക്കുന്നത് സന്തോഷവും ശക്തിയും വർദ്ധിപ്പിക്കും. നെഗറ്റീവ് എനർജിയിൽ നിക്ഷേപിക്കുന്നത് അസന്തുഷ്ടിക്കും പിന്നോക്കാവസ്ഥയ്ക്കും ഇടയാക്കും. അതുകൊണ്ട് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കൂ. വിശ്വാസങ്ങളെ പോലെ തന്നെ വികാരങ്ങളെയും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വികാരങ്ങൾ പോലെ തന്നെ പ്രവൃത്തികളും, സ്റ്റെപ്പ് പോലെ റിസൾട്ടും, റിസൾട്ട് പോലെ വികസിക്കുന്ന വിശ്വാസവും. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി അനുഭവപ്പെടും. വികാരങ്ങൾ പോലെ തന്നെയാണ് പ്രവൃത്തികളും. നല്ല അനുഭവം പോസിറ്റീവ് നടപടിയെടുക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കും. കൂടാതെ നെഗറ്റീവ് ചിന്തകൾ പ്രതികൂലമായ നടപടികൾ സ്വീകരിക്കാൻ നമ്മളെ സ്വാധീനിക്കും. ഈ രീതിയിൽ നമ്മുടെ വികാരങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കർമ്മം പോലെ തന്നെ ഫലവും. ദൈനംദിന വ്യായാമം പോലുള്ള അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പേശികളെ ശക്തിപ്പെടുത്തുകയും ദിവസം മുഴുവൻ നിങ്ങൾ സജീവമായി തുടരുകയും ചെയ്യും. നമ്മുടെ റിസൾട്ട് പോലെ വിശ്വാസം വികസിക്കും. അതായത് ഒരിക്കൽ നടപടിയെടുക്കുന്നത് നല്ല ഫലങ്ങൾ നൽകുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ആ പ്രവർത്തനങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കും. അടുത്ത തവണ ഞങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഇരട്ടി കഠിനാധ്വാനം ചെയ്യും. നെഗറ്റീവ് ഫീലിംഗ്സുമായി പ്രവർത്തിക്കുന്നതിലൂടെ അതിന്റെ ആഘാതം ദോഷകരമായിരിക്കും. നിങ്ങൾക്ക് ആ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. നമ്മുടെ വിശ്വാസം 2 തരത്തിൽ വികസിക്കും: നെഗറ്റീവ് ഫെയ്ത്ത് സൈക്കിളും പോസിറ്റീവ് ഫെയ്ത്ത് സൈക്കിളും. നമുക്ക് നെഗറ്റീവ് ഫെയ്ത്ത് സൈക്കിൾ മനസ്സിലാക്കാം. 2 ടീമുകൾ തമ്മിലാണ് ഫുട്ബോൾ മത്സരം നടക്കുന്നത്. ഒന്ന് എ ടീം, മറ്റത് ബി ടീം. കളി നടക്കുന്ന നഗരം എ ടീമിന്റെ സ്വന്തം നാടാണ്. എ ടീമിന്റെ ജന്മനാടായതിനാൽ മിക്കവരും എ ടീമിന് വേണ്ടി ആർപ്പ് വിളിക്കും. എ ടീം മുന്നിലും ബി ടീം പിന്നിലും എന്ന നിലയിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത്. ഈ സാഹചര്യം നിങ്ങളുടെ മനസ്സിലൊന്ന് സങ്കല്പിക്കുക. കളി ജയിക്കുമെന്ന അതേ വിശ്വാസത്തോടെയാണ് ഇരു ടീമുകളും മത്സരം തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ ഒരു ടീം മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് നമ്മൾ തോൽക്കുമെന്ന് മറ്റൊരു കൂട്ടർ കരുതുന്നു. ഇത് നെഗറ്റീവ് ഫെയ്ത്ത് സൈക്കിളിന്റെ തുടക്കമാണ്. അവിടെ അവർക്ക് നഷ്ടപ്പെടുമെന്ന തോന്നലുണ്ടാകും. ഇപ്പോൾ മറ്റു ടീമിന്റെ മനസ്സിൽ നെഗറ്റീവ് ഫെയ്ത്ത് സൈക്കിൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ക്രമേണ അവരുടെ പ്രചോദനം കുറയാനും തുടങ്ങി. മറ്റു ടീമിന് ഇപ്പോഴും വിജയിക്കാനുള്ള അവസരമുണ്ടെങ്കിലും അവരുടെ വിശ്വാസമോ വിജയമോ ദുർബലമാകുകയും അങ്ങനെ അവരുടെ പ്രകടനം മോശമാകുകയും ചെയ്തു. അവർ തോൽവി സമ്മതിച്ചപ്പോൾ അവർക്കൊരു പരാജിതനെ പോലെ തോന്നി തുടങ്ങി. അതിന്റെ റിസൾട്ട് മോശം പ്രകടനത്തിന്റെ രൂപത്തിൽ കാണിച്ചു. ആ ടീം മത്സരത്തിൽ തോറ്റു. ഇനി നമുക്ക് പോസിറ്റീവ് ഫെയ്ത്ത് സൈക്കിൾ മനസ്സിലാക്കാം. ബി ടീമിൽ പതുക്കെ ആധിപത്യം പുലർത്തുകയും തുടർച്ചയായി വിജയിക്കുകയും ചെയ്തിരുന്ന എ ടീമിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കൂ. ഇതുമൂലം അവരുടെ പ്രചോദനം കൂടുതൽ വർദ്ധിച്ചു. അവർ ആവേശഭരിതരായി കൂടുതൽ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങി. അതോടെ അവരുടെ പ്രകടനം മെച്ചപ്പെടാൻ തുടങ്ങി. അവർക്കും പല ഗോളുകളും നഷ്ടമായെങ്കിലും വിജയത്തിൽ വിശ്വസിച്ച് അവർ തിരിച്ചടിച്ച് മത്സരം നിയന്ത്രിച്ചു. ഈ രീതിയിൽ ഒരു ഗോൾ നേടിയത് അവരുടെ പോസിറ്റീവ് വികാരങ്ങളിൽ നിന്ന് വീണ്ടും നല്ല നടപടിയെടുത്തു. അവർക്കത് അങ്ങനെ അവർ വിജയിച്ചു എന്നതായിരുന്നു ഫലം. ജയിക്കാമെന്ന അതേ വിശ്വാസത്തിലാണ് ഇരു ടീമുകളും തുടങ്ങിയത്. എന്നാൽ ഇത് വകവയ്ക്കാതെ പിന്നീട് ടീം ബി തോറ്റു. അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, അവരുടെ വിശ്വാസം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാറിയത് കൊണ്ടാണ്. അതേസമയം എ ടീം മത്സരത്തിലുടനീളം വിജയിക്കുമെന്ന പോസിറ്റീവ് വിശ്വാസം നിലനിർത്തി വിജയിച്ചു. കുട്ടിക്കാലം മുതൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അനുഭവിച്ചറിയുന്നതും നമ്മുടെ വിശ്വാസത്തിന്റെ വിത്തുകൾ പോലെയാണ്. നമ്മുടെ വികാരങ്ങളും ചിന്തകളും നമ്മുടെ വ്യക്തിപരമായ യാഥാർത്ഥ്യമാകുന്നിടത്തോളം വിശ്വസിക്കാൻ നമ്മൾ പ്രവണത കാണിക്കും. നമ്മൾ അംഗീകരിക്കുന്ന ഓരോ ചിന്തയും, അത് നല്ലതോ ചീത്തയോ ആകട്ടെ, അറിഞ്ഞോ അറിയാതെയോ നമുക്ക് സുഖം തോന്നുന്ന ഓരോ ചിന്തയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്.